AJS ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് കൊണ്ട് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. വാഴക്കൂമ്പ് കൊണ്ട് സാധാരണ നമ്മൾ തോരൻ വെക്കാറുണ്ട്. ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് ഇപ്പോൾ കിട്ടിയതാണ്. 2 വാഴയുടെ കൂമ്പുണ്ട്, 2 കൂമ്പുണ്ട്. അതുകൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വാഴക്കൂമ്പ് നമുക്കറിയാം ധാരാളം ഫൈബറുള്ള ഒരു വസ്തുവാണ്. തോരൻ വെച്ച് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ അതിനേക്കാൾ രുചികരമാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ആദ്യത്തേതാ, ഇത് കൊള്ളത്തില്ല, ഇത് ചതഞ്ഞതാ, ഇത് നമുക്കങ്ങ് കളയാം. ഇത്രയും പോള പൊളിച്ച് കളഞ്ഞാൽ മതി. ബാക്കി ഇനി നമുക്ക് ഈ ഒരു പോളയുടെ പൊളിച്ച് കഴിയുമ്പോൾ ബാക്കി നമുക്ക് എടുക്കാം. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഇതെടുക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഈ അറ്റത്തെ മഞ്ഞ ഇതങ്ങ് കളയും. അത് ഉപയോഗിച്ചാൽ അത് കഴിക്കും. അത് നമ്മൾ കണ്ടിച്ചങ്ങ് മാറ്റും. എന്നിട്ട് ഇതിങ്ങനെ നമ്മളങ്ങ് അരിഞ്ഞെടുക്കും. ഇത് കൂമ്പിൻ്റെ കൂടെ അരിഞ്ഞെടുത്ത് നമുക്ക് തോരൻ വെക്കാൻ അല്ലെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുകയാണെങ്കിലോ എന്തിനാണേലും നമ്മൾ ഉപയോഗിക്കും. അല്ലികളെല്ലാം നമ്മളെ അടത്തി മാറ്റി അത് അരിഞ്ഞെടുത്തു. ഇനി ഇത് കൂമ്പ് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ കൈ പിടിച്ച് കൊത്തി അരിയാൻ അറിയാവുന്നവർ ഇങ്ങനെ അരി. ഇങ്ങനെ അരിയുമ്പോൾ ഇതിൻ്റെ തണ്ടാണ് നടുക്ക് നിൽക്കുന്നത്, അതങ്ങ് കളയണം. അതിനിയും കൊള്ളത്തില്ല. ഇതിൻ്റെ ചുറ്റിനും മാത്രമേ അരിഞ്ഞ് നമ്മൾ എടുക്കത്തുള്ളൂ. ആ തണ്ട് അവിടെ നടുക്ക് നിർത്തിക്കൊണ്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. ഇതുപോലെ ഉണ്ടോ, അരിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കും. നമ്മൾ 2 കൂമ്പും അരിഞ്ഞു കഴിഞ്ഞതാ, പൊടിയായിട്ട് ഇതുപോലെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കൂമ്പിൻ്റെ കറ പോകാൻ വേണ്ടി അല്പം വെളിച്ചെണ്ണ ഇതിലോട്ട് ഇങ്ങനെ പുരട്ടി അങ്ങ് വെക്കും. നന്നായിട്ട് തൂത്ത് പിടിപ്പിക്കും. സാധാരണ കൂമ്പ് ഇങ്ങനെയാണ് കറ കളയുന്നത്. ചിലരിത് കഴുകിയെടുക്കും, പക്ഷേ ഞങ്ങൾ കഴുകാറില്ല. ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഇതുപോലെ എടുക്കും. നമ്മുടെ കൂമ്പ് നമ്മൾ അരിഞ്ഞു വെച്ചു. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയ സാധനങ്ങൾ: ഇടത്തരം 3 സവാള ചെറുതായി കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 6-7 പച്ചമുളകുണ്ട്, എരിവുള്ള പച്ചമുളകാണ്. ഇത്രയും കൂമ്പിന് വേണ്ടിയ എരിവിന് വേണ്ടിയ പച്ചമുളക്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു നല്ല കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. 2 കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 2 ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് പരിപ്പ്, നമ്മുടെ സാമ്പാറിൻ്റെ പരിപ്പ്, തൂരപ്പരിപ്പ് വേവിച്ച് ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി, നമുക്ക് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് സവാളക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, ഇപ്പം കറിവേപ്പില. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ അല്പം വഴന്നു കഴിഞ്ഞു, ഒരു പകുതി പരുവായി. ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂമ്പ് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് അതും കൂടെ വഴറ്റിയെടുക്കാം. നമ്മുടെ കൂമ്പ് ഒരുമാതിരി വഴന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ ഇനി എല്ലാം കൂടെ ചേർത്ത് കുഴയ്ക്കുമ്പോൾ നമുക്ക് പോരായെങ്കിൽ അന്നേരം ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം.
നമ്മുടെ കൂട്ട് നന്നായിട്ട് വഴന്ന് ഈ സമയത്ത് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന പരിപ്പ്, അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. പരിപ്പ് തന്നെ ചേർത്ത് ഉണ്ടാക്കാം, ഉരുളക്കിഴങ്ങ് തന്നെ ചേർത്ത് ഉണ്ടാക്കാം. ഞാനിത് രണ്ടും കൂടെ ചേർത്തിരിക്കുന്നത് ഇതിന് നല്ലൊരു സ്വാദും നന്നായിട്ട് മുറുക്കവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് രണ്ടും കൂടെ ചേർത്തേക്കുന്നത്. ഇതിൻ്റെ ചൂടാറി നമ്മളിനി ഇത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. ആ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം. അതുപോലെ അതിലേക്ക് ഒരു അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മതി കുരുമുളക് പൊടി. അതുപോലെ അല്പം പെരിഞ്ജീരകം ചതച്ചത്, ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അതും ഒരു 1/2 ടീസ്പൂൺ മതി. അത്രയും ചേർത്ത് ഇതൊന്ന് കുഴച്ച് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇരിക്കണം, നീണ്ടു പോകരുത്. കാരണം ഉരുളക്കിഴങ്ങും നമ്മളെ പരിപ്പും ഒക്കെ വേവിക്കുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കണം. അങ്ങനെ പൊടിച്ചത് ചേർത്തെങ്കിലേ ഇതുപോലെ ഉണങ്ങി വരത്തുള്ളൂ, ഡ്രൈ ആയിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് ഉരുട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പം നന്നായിട്ട് കുഴച്ചു. ഇനി ഇതിന് ഈ സമയത്ത് എല്ലാം ഉണ്ടോ എന്നൊന്നുകൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉരുട്ടാൻ. ഇതിപ്പോൾ 2 വാഴക്കൂമ്പ് ആയതുകൊണ്ടാണ് നന്നായിട്ടുണ്ട് ക്വാണ്ടിറ്റി. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിനെ ഈ കൈ വെച്ച് ഇങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ, വട്ടത്തിലോ ഓവൽ ഷേപ്പിലോ ഒക്കെ അതിനെ ഉരുട്ടിയെടുക്കാം. നമ്മുടെ കൂട്ട് മുഴുവനും നമ്മൾ ഉരുട്ടി കട്ട്ലേറ്റാക്കി വെച്ചിട്ടുണ്ട്, പരത്തി വെച്ചിട്ടുണ്ട്. അത്രയും കൂട്ടിൽ നിന്നൊരു 38-40 കട്ട്ലേറ്റോളം ഉണ്ട്. ഇനി നമുക്കിത് ചുടുന്നതിന് മുൻപേ ഈ പരത്തി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് മുട്ടയ്ക്കകത്ത് മുക്കുക. എന്നിട്ട് ഇത് റൊട്ടിപ്പൊടിക്കകത്തും ഇതുപോലെ നന്നായിട്ട് വരണ്ടിരിക്കണം. റൊട്ടിപ്പൊടി ബ്രെഡ് ക്രംസിനകത്ത് നന്നായിട്ട് മുക്കി എടുത്ത് എണ്ണയ്ക്കകത്തിട്ട് വറുത്തെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം നമ്മളെ മുട്ടയ്ക്കകത്ത് മുക്കി റൊട്ടിപ്പൊടിക്കകത്ത് മുക്കി റെഡിയാക്കി വെച്ചു. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇപ്പം ചുട്ടെടുക്കാം. ബാക്കി നമുക്ക് ഇതുപോലത്തെ ഡബ്ബകളിൽ ഇങ്ങനെ അടുക്കി വയ്ക്കാം. വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് എടുത്ത് നമുക്ക് അന്നേരം ചൂടോടെ ഉണ്ടാക്കി കഴിക്കാം. ഇങ്ങനെ ഇതിനകത്തോട്ട് അടുക്കി വെക്കുക. ഇതുപോലത്തെ പാത്രങ്ങളിൽ അടുക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ബാക്കി നമുക്കിപ്പോൾ വേണ്ടിയത് ചുട്ടെടുക്കാം. ചൂടായി നമുക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റ് മൂത്തു, നമുക്കിത് കോരിയെടുക്കാം. നമ്മുടെ കൂമ്പ് കട്ട്ലേറ്റ് റെഡിയായി. വളരെ സ്വാദിഷ്ടമായ കട്ട്ലേറ്റാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. വാഴക്കൂമ്പും പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്താണ്. വളരെ രുചികരമാണ്. കൂമ്പ് നമ്മുടെയൊക്കെ പറമ്പുകളിൽ വാഴക്കൂമ്പുള്ളവരാണ്, ഒന്നുണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലായ AJS ക്രിയേറ്റീവ് വേൾഡിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. താങ്ക് യു.